ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രിഗറി പാപ്പ റോമിലെ ഒരു സെനറ്റർ കുടുംബത്തിൽ ഗോർഡിയാനോസ്, സിൽവിയ പുണ്യവതി എന്നിവരുടെ മകനായി AD 540 ജനിച്ചു. ഉത്തമ ക്രൈസ്തവ ജീവിതം നയിച്ചിരുന്ന വിശുദ്ധരുടെ കുടുംബത്തിലായിരുന്നു പാപ്പായുടെ ജനനം. അദ്ദേഹത്തിൻ്റെ അമ്മയും പിതാവിൻ്റെ 2 സഹോദരിമാരും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവർ. ഈശോയുടെ ബാല്യകാലത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ യാതൊരു വിവരവും ലഭ്യമല്ല. അജ്ഞാതവാസങ്ങൾക്കിപ്പുറം 30ാമത്തെ വയസ്സിൽ റോമൻ പ്രഫക്റ്റായി സേവനം ചെയ്തിരുന്ന ഗ്രിഗറി AD 574 ഈ സ്ഥാനം ഉപേക്ഷിച്ച് തൻ്റെ വസ്തുവകകളെല്ലാം 7 ആശ്രമങ്ങൾ സ്ഥാപിക്കാനായി വിട്ടുകൊടുത്തു. സ്വന്തം ഭവനം ഒരാശ്രമമാക്കി മാറ്റുകയും ചെയ്തു. ഇതാണ് റോമിലുള്ള വിശുദ്ധ ആൻഡ്രുവിൻ്റെ ആശ്രമം. ഇവിടെ AD 575 രണ്ടാമത്തെ ആൽബർട്ട് വാലന്റൈൻ്റെ കാലത്ത് സന്യാസിയായി ചേർന്ന് സന്യാസ വസ്ത്രം സ്വീകരിച്ചു. ആശ്രമത്തിലെ ചുരുങ്ങിയ കാലങ്ങളാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളെന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ആശ്രമത്തിലെ ജസ്റ്റസ് എന്ന താപസൻ 3 സ്വർണ്ണക്കട്ടികൾ സ്വന്തമായി സൂക്ഷിക്കുന്നത് കണ്ട ഗ്രിഗറി മറ്റു സന്യാസിമാർ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് പോലും വിലക്കി. ഈ താപസൻ മരണമടഞ്ഞപ്പോൾ മറ്റു സന്യാസിമാരെ സംസ്കരിച്ചിടത്തു നിന്നും മാറ്റി സംസ്കരിച്ചു. എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ദിവസവും ദിവ്യബലി അർപ്പിച്ചു പ്രാർത്ഥിച്ചു. 30ാം ദിവസം ജസ്റ്റസിൻ്റെ ആത്മാവ് ബ്രദർ കോപ്പീസിന് പ്രത്യക്ഷപ്പെട്ട് താൻ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് മോചിതനായതായി അറിയിച്ചു. AD 590 പെലാജിയസ് ദ്വിതീയൻ മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രിഗറി മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി 30 ദിവസം തുടർച്ചയായി ദിവ്യബലി അർപ്പിക്കുന്ന ഗ്രിഗോറിയൻ കുർബാന സ്ഥാപിച്ചു. 14 വർഷം മാർപ്പാപ്പയായിരുന്ന ഗ്രിഗറി താപസന്മാരിൽ നിന്നുള്ള ആദ്യത്തെയും സാർവത്രിക സഭയുടെ 65ാമത്തെ മാർപ്പാപ്പയുമാണ്. മാർപ്പാപ്പമാരുടെ മധ്യസ്ഥനായ അദ്ദേഹത്തെ വേദപാരംഗതൻ എന്ന പേരിൽ ആഗോള കത്തോലിക്ക തിരുസഭ വണങ്ങുന്നു. നല്ല ഭരണാധികാരിയും ദൈവശാസ്ത്രജ്ഞനും സുവിശേഷ പ്രഘോഷണത്തിലൂടെ അനേകായിരങ്ങൾക്ക് സാന്ത്വനമരുളിയ ഫിഷഗുരനുമായിരുന്നു അദ്ദേഹം. ദേവാലയ ശുശ്രൂഷയ്ക്കായുള്ള കീർത്തനങ്ങൾ, പ്രാർത്ഥനാ ഗീതങ്ങൾ, സ്തോത്രഗീതങ്ങൾ, ലത്തീൻ സഭയുടെ ആരാധനക്രമം, ഗ്രിഗോറിയൻ ചാൻഡ് എന്നറിയപ്പെടുന്ന ആരാധനക്രമ സംഗീതം എന്നിവയുടെയെല്ലാം ഗ്രന്ഥകർത്താവുമാണ് അദ്ദേഹം. അധ്വാനവും തപസ്സും കൊണ്ട് ക്ഷീണിതനായ ഗ്രിഗറി AD 604 മാർച്ച് 12-ാം തീയതി തൻ്റെ 64ാമത്തെ വയസ്സിൽ നിര്യാതനായി. മുൻകാലങ്ങളിൽ മാർച്ച് 12-ാം തീയതിയായിരുന്നു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. എന്നാൽ വലിയ നോമ്പിൻ്റെ ഭാഗമായി ഈ ദിനം മാറുന്നതിനാൽ അദ്ദേഹം മാർപ്പാപ്പയെ സ്ഥാനമേറ്റ സെപ്റ്റംബർ 3-ാം തീയതിയിലേക്ക് തിരുനാൾ മാറ്റപ്പെട്ടു. സഭയെ സ്നേഹിച്ച മഹാന്മാരിൽ മഹാനായ ഗ്രിഗറി ദാസരിൽ ദാസനായി സഭയുടെ ചരിത്രത്തിലും ജനഹൃദയങ്ങളിലും കർമ്മനിരതയുടെ പൊൻകിരണമായി ഇന്നും തിളങ്ങി നിൽക്കുന്നു. ആമേൻ.